അസ്സലാമു വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ കുഞ്ഞാ സ്വാഗതം. അത് ഇൻട്രോ ഇല്ല കേട്ടോ. അത് മദ്രസയിലാക്കിയിട്ട് ഞങ്ങൾ പോരുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡ് വ്ളോഗാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ് അങ്ങനൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് വ്ളോഗ്. അപ്പൊ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നമ്മൾ വന്ന് കുത്തിരിക്കുന്നത് നമ്മളെ റാമീസിന് മുന്നിലാണ് കേട്ടോ. എന്തിനാന്ന് പോലെ എന്തിനാ എനിക്കറിയാം കറക്റ്റ്. ഞാന് ആൾമറകൾക്ക് സെപ്പറേറ്റ് ലോക്ക് ഇടാന്, അതായത് അലമാര, ഐ മീൻ സെൽഫുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ് എല്ലാ സാധനങ്ങളും ആയിട്ട്. അപ്പൊ അതിന്റെ മുകളിൽ സെപ്പറേറ്റ് ലോക്ക് അല്ലേ? യെസ്. അത് ഞാൻ നൂണിലൊക്കെ വാങ്ങിയിരുന്നു. അത് സേഫ്റ്റി കുറച്ച് കുറവാണ്. അത് ഇപ്പം തുറക്കൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ട് ആ ഒരു ലോക്ക്. അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ഞൊരപ്പ് കാട്ടില്ല എന്നോട് പറഞ്ഞത്. ഇന്നോട് ഞൊരപ്പ് കാട്ടില്ല എന്റെ പപ്പ പറഞ്ഞിരിക്കണേ. എന്നാ എല്ലാവരോടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ. അപ്പൊ നമ്മൾ റാമീസിനെ മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ട. റാമീസ് ആയാത്ത് പ്ലാസ സൂക്കിലെ നമ്മളെ സ്വന്തം റാമീസ്. അപ്പൊ ഇറങ്ങല്ലേ? ഇറങ്ങുന്ന ഏതാ നിങ്ങളെ വണ്ടിയൊക്കെ? ഇവിടെ നമ്മളെ ക്യാമ്പിങ്ങിന് പറ്റിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ലടി കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടില്ല പഞ്ഞി മാതിരത്തെ. എന്തായാലും കുഴപ്പമില്ലല്ലേ? ഉള്ളില് നല്ല രീതിയിൽ വിരിച്ചാൽ മതി. കട്ടില്ല, നമുക്ക് കുറച്ചുകൂടി കട്ടിയ സ്പോഞ്ചിലെ രീതി മതി. യെസ്, അതന്നെ ഇങ്ങനത്തെ സ്പോഞ്ച്. ഞങ്ങൾ ഇനി പുറത്ത് ക്യാമ്പിംഗ് ഒക്കെ പോകാനുള്ള പരിപാടിയിലാണല്ലേ ശുഭു? അതിലെ തയ്യാറെടുപ്പുകളാണ്. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പക്ഷെ ഇത്രത്തോളം വലിപ്പം വേണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ. അവിടേക്ക് ആ തലക്കൊക്കെ ഉണ്ട് നടക്കാൻ നോക്കാം. ഇത് കുഴപ്പമില്ല. ഇത് നോക്കാം. ഞാൻ അതോടെ നോക്കട്ടെ. നല്ല നല്ല കാർപ്പറ്റുകൾ കേട്ടോ. വലിയ വില ഒന്നുമില്ല കേട്ടോ. ഈ കണ്ണിനൊക്കെ 27-28 റിയാലുള്ളൂ. ഈസി. കുത്തി മറിച്ചിട്ടാ. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഷൂകളുണ്ട് കേട്ടോ. ഇതാ ഇപ്പം ഈ ചെരുപ്പ് കണ്ട, അതിമിൻ്റെ കാല് വലിയ വിലകളും ഉണ്ടാവില്ല കേട്ടോ. അത് 33 അല്ലേ? പക്ഷെ ആദ്യം നല്ല ക്വാളിറ്റി കേട്ടോ. പിന്നെ ആദുവിൻ്റെ ഷൂ, അദീമിൻ്റെ ഷൂ ഒക്കെ ഇവിടെ നിന്ന് എടുക്കല്ലേ നമ്മള്. 17 റിയാൽ 16 റിയാലൊക്കെ ഉണ്ടാവും ഓഫറിൽ. കണ്ട ഇപ്പം ഷൂ ഒക്കെ നോക്കി കണ്ടോ? ഷൂ നോക്കാം എടി കണ്ടോ. ഇതപ്പോൾ ആദ്യം മുറിഞ്ഞ ഷൂ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആദ്യം അധികം മൂടുന്ന ഷൂ ഇതാണ്. ഒരേ മാതിരത്തെ ഷൂ എടുത്താണ് ഇവിടുന്ന്. കണ്ട ദാദുവിൻ്റെ അദീമിൻ്റെ ഒരാൾ പർച്ചേസിങ് തുടങ്ങിക്കണം ഇവിടെ. ഇത് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വലിയ ഷൂ ഉണ്ട്. കണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഷൂകളുണ്ട് നമ്മളെ റാമീസിൽ. ഇറങ്ങാൻ പറ്റില്ല. ഇനി ഗേൾസിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ഗേൾസ് അല്ലേടി? ഇത് ഗേൾസിൻ്റെ. ഇത് ഗേൾസിന്റെ ഷൂ. ഷൂ അങ്ങനെ അടി തുടങ്ങി അവിടെ. ഇത് ഗേൾസിന്റെ ഇതാണ്ട്. അതേമാതിരി ഓഫറിൽ ഇട്ട് കാണുങ്ങൾ 15 റിയാൽ. അതേമാതിരി വന്നെടുക്കണം അല്ലേ? ഇതൊക്കെ ഗേൾസിന്റെ കേട്ടോ. നല്ല എന്ത് ഭംഗിയില്ല ഷൂകളാ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? നമ്മള് മെയിൻ ആയിട്ട് റാമീസ് തന്നെയാണ് അധികം കുട്ടികളെ ഷൂ ഒക്കെ. കൂടുതൽ വലിയ വിലന്റെ എടുക്കല്ല, കാരണം പോലെ വലിയ കാല് വേഗം വലുതാവുമല്ലോ അല്ലേ? എടുക്കും. ചെറിയ വട്ടി അല്ല, ചെറുതുണ്ടാവും. അത് വെച്ചോക്ക. നല്ല രക്ഷയുണ്ട് കാണാനായിട്ട് തന്നെ. സ്പ്രേകൾ എല്ലാ ഐറ്റം ഇതിനപ്പുറത്താണ്. അവിടെയല്ല ഞാൻ കണ്ടിക്കണത് എവിടെയാണ്. ഇവിടെയല്ല.
ജയിലോ ഞാൻ അപ്പുറത്ത് നോക്കട്ടെ കേട്ടോ. ആ കിട്ടിയില്ല. ഞങ്ങൾ നോക്കി വന്ന സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ടോയ്സ് നമ്മൾ ഈ ഷോപ്പിൽ എന്താ പറയാ, ഇമ്മി വാപ്പയില്ലാത്തൊക്കെ എല്ലാം കിട്ടും. നമ്മൾ അമ്മി വാപ്പയില്ലാത്ത എല്ലാ അതിനുള്ളിലുണ്ടാവും. പൈനേറിയല്ല സെയിം പ്രൈസ്. നമ്മൾ റാമിസ് അപ്പുറത്തെ റാമിസ് വാങ്ങി. അതിപ്പോ കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഈ സാധനം വാങ്ങിയോണ്ട് പെരയിൽ ആകെ അടിച്ചു പരത്തി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എന്തിനാ അപ്പുറത്താക്കണ മോനെ പറ്റിയ മീനോ ഇതാകണ അപ്പുറത്ത് സൈഡ് പോകാം. അതേതാ ഭാഷ? കൊറിയൻ ഭാഷയാണോ? പാപ്പാന്റെ കൊഞ്ഞിട്ടോ. ആ ഇത് റേറ്റ് അടി. ആണാ എടുത്താ. ഇപ്പൊ ഞാൻ നോക്കി വന്ന ഇതാട്ടാ മെയിനായിട്ട് ഈ ലോക്ക്. ഇതിന്റെ പലതരം ഉണ്ട്. ഈ ലോക്ക് ഇപ്പൊ ഞാൻ കൊണ്ടുപോയി, പക്ഷെ ഇത് വെറുതെ ആയിപ്പോയി. ഇത് ഓന് തുറക്കാൻ പഠിച്ചു, പക്ഷെ ഇത് പഠിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ അതിന് വേണ്ടി വന്നാണ് ഇവിടെ. എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാ ഐറ്റവും ഉണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട്. നല്ല സ്റ്റീലിന്റെ ഉറപ്പുണ്ട്, പൊട്ടൂല. അല്ലേ 27 ചോറ്റുപാത്രം കിട്ടിയാ ബോക്സ് ചോറ്റുപാത്രം ഇവിടെ ഉണ്ട് വലുത്. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല ആരും. തോന്നിയതാ. തിരക്കുണ്ടില്ലേ ഇവിടെ? ചോറ്റുപാത്രം കുട്ടിയാക്കല്ല, ടച്ചാണ്. സ്കൂളിൽ കൊണ്ടുപോകാനാണ്. ഓഫീസിൽ രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. സിമ്പിൾ മതിയടേ. ആ സ്റ്റീലിന്റെ ഇതാകുമ്പോ കൊറേ കൂട്ടം കൊടുത്തേക്കേണ്ടി വരും. രസം കൊണ്ട് തരില്ലല്ലോ, ഉപകാരം വേണ്ടേ? രസം തന്നെ ഉള്ള ഉപകാരമല്ല. ഓന് കൊടുക്കും. എൻ്റെ ആണ് അതെന്തോ എൻ്റെ പാപ്പൻ്റെ പൊന്നി. അത് എൻ്റെ ഫോണേക്ക് ചാടിട്ടോ. പക്ഷെ ഉപകാരമല്ലടി, ചൊറുക്കന്നെ ഉള്ളു. ഇത് മതി നമുക്ക് കറക്റ്റ് ചെറുത്. ഇങ്ങനത്തെ ഇതിലൊക്കെ ചെറുത് മതി. നോക്കേ പോവല്ലേ ഇതിലൊന്നും പോവാ. അപ്പൊ അതാ ഞങ്ങളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയില്ലേ. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇന്ന് ഞങ്ങള് ഇതാക്കണം. ഇപ്പം ഞങ്ങൾ ആദൂനെ എടുക്കണം, പിന്നെ നമ്മളെ അളിയൻ എടുക്കണം. ഇമ്മാനെ എടുത്തിട്ട് നമുക്ക് അവിടെ പോകണം. ഷെബോ നമ്മൾ ഒരു സ്ഥലം വരെ പോകണം. നമ്മളൊരു കാക്കാനെ കാണാൻ വേണ്ടി പോകണം. നമ്മളെ ബഷീർ കാക്കാനെ. അപ്പോൾ എന്താ ഏതാന്നൊക്കെ നമ്മളെ പിന്നെ പറഞ്ഞുതരല്ലേ. യെസ് കണ്ട അത്യാവശ്യം വീക്കെൻഡ് ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിൽ. ഈ ഭാഗത്തേക്ക് വരൂല. നമ്മളകത്ത് ബസ് സൂക്കിൻ്റെ സൈഡാണ്. രണ്ടാൾ തിരക്കാതൊക്കെ പോണ്. യെസ് കണ്ടാ ഫുള്ള് നല്ല തിരക്കിലാണ്. വേറെന്താ ഷെബോ? വേറെന്താ ഇനി അവിടെ എത്തിമ്പോക്കാണ് അല്ലേ. ഇത് നമ്മളെ അയ്യാത്തപ്പുള്ള സൂക്ക് റാമിസ് കട്ട് നമ്മൾ വന്നത്. നമ്മൾ പറയാം ഇമ്മാനി വാപ്പാനില്ലാത്തൊക്കെ എല്ലാതും ഇത് കിട്ടുന്ന പറയാല്ലേ ഷെബോ. തറവാട് നല്ല ബ്ലോക്ക് അല്ലേ ഷെബോ, നല്ല സ്റ്റെക്കാട്ടോ. ആരാ പാട്ടിട്ട് എന്നോട് ചോദിച്ചോ? അതെ ആരട്ട് പൊന്നാണോ? ഓക്കെ അപ്പൊ ഞങ്ങള് അപ്പൊ ഓക്കെ.
അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു കാക്കാനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത്. നമ്മളെ പണ്ട് വസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാക്കാണ് കേട്ടോ. വസി ജോബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫിഷിൻ്റെ റൈസിൻ്റെ ഒക്കെ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു കേട്ടോ ഈ കാക്ക. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡ് കിട്ടിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫിഷ് മന്തി, ഫിഷ് ബിരിയാണി, ബീഫ് കറി, പിന്നെ എന്താ പറയുക, ഒരു പല ടൈപ്പ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുത്തയക്കും കേട്ടോ. സ്പെഷ്യലായിട്ട് എനിക്കും ഉപ്പാക്കൊക്കെ കൊടുത്തയക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണ്ണൂരുകാരനാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമുക്കിങ്ങനെ മിസ്സായി മൂപ്പരാളെ കോൺടാക്റ്റ്. അങ്ങനെ വസിൻ്റെ നമ്പറൊക്കെ തപ്പി പിടിച്ച് വസിക്ക് കോൺടാക്ട് ചെയ്തു. വസി ഞങ്ങൾ ഇവിടെ ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൂപ്പരാളെ റെസ്റ്റോറൻറ്റാട്ടോ പോയത്. മൂപ്പരാൾ അവിടെ വർക്ക് ചെയ്യാണ് ഷെഫായിട്ട്. അപ്പോൾ അതാ നമുക്ക് നല്ല ഫുഡുകളൊക്കെ കൊടുന്നു തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സാലഡ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കിടക്കുന്ന സാലഡ് ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അധികം അവിടെ ഭയങ്കര കുർത്തിക്കിടച്ചിട്ട് നടക്കായിരുന്നു കേട്ടോ. അവനക്കത് ഫസ്റ്റിലേ തോണ്ടി ഇതാക്കണം. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കാക്കക്ക് ഭയങ്കര സന്തോഷമായി. അദീമിനെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയും. ആദം ചെറുതായിരുന്ന സമയത്ത് ആദമിനെ കണ്ടിട്ടുണ്ട്. അദീമിൻ്റെ ഡെലിവറി ഒന്നും കഴിഞ്ഞതിന് ശേഷം അദീമിനെ കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ വരവിൽ മൂപ്പരാൾക്ക് അവരെ കാണാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് മഷ്റൂം സൂപ്പ് വന്നു കേട്ടോ. മഷ്റൂംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവും മഷ്റൂം സൂപ്പ്. ഞാൻ ചിക്കനിലൊക്കെ മഷ്റൂംസ് ഇടണമെങ്കിലും മഷ്റൂം സൂപ്പ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മളെ മെയിൻ കോഴ്സ് വന്നു കേട്ടോ. എനിക്ക് ഫിഷിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ചൂസ് ചെയ്യണം അവിടെ പോയിട്ട് ഫിഷ് കാര്യങ്ങളൊക്കെ. നമ്മളിതാ ഇത്രയും ഫിഷാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഫിഷും പിന്നെ അതിൻ്റെ കൂടെ റൈസുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ അറബിക് റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് അറബിക് മസാല ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ, വലിയ സ്പൈസി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ല അത്യാവശ്യം നമുക്ക് പറ്റിയ സ്പൈസിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കാക്ക കേട്ടോ. മൂപ്പരാൾക്ക് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. നമുക്കെല്ലാം കൊടുന്ന് തരുന്നുണ്ടായിരുന്നു, എല്ലാം കഴിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫിഷ് വന്നു, റൈസ് വന്നു. ഇനി എന്താ വേണ്ടത് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ കാക്ക. അത് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആയിരിക്കുന്നുണ്ടല്ലോ. ഇത് വെണ്ടയ്ക്ക ഒരു കറിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മള് ഏതൊക്കെ ഫിഷ് ഏതാണ് ഇതിന്റെ പേര്? സുപ്രീം, ബർമുണ്ടി, ചോറ്, വെണ്ടക്ക കറി, നമ്മളെ സ്വന്തം കാക്ക. അപ്പോൾ ഫുഡൊക്കെ എത്തിയതിന് ശേഷം കേട്ടോ ഉപ്പ വന്നത്. ഉപ്പ അവിടെ ഉണ്ടായിരുന്നില്ല. ഉപ്പ പറഞ്ഞു പാഴ്സൽ വാങ്ങിയിട്ട് വരാൻ. പക്ഷേ കാക്ക നമ്മളെ വിട്ടില്ല കേട്ടോ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് ചൂടോടുക്കനെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളപ്പം തന്നെ ഉപ്പാനെ വിളിച്ചു. ഉപ്പയും വന്നു കേട്ടോ. ഉപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കാക്കാൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ ഇഷ്ടമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരലുണ്ടായിരുന്നു ഫുഡ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ, നല്ല സന്തോഷമായി. യുദ്ധഭൂമിയിൽ എന്താ റാഫി യുദ്ധം കഴിഞ്ഞ അവിടെ വെറ്റിലേക്ക് തിന്നണ മാതിരി തിന്നണോ? അപ്പൊ ഞങ്ങള് പോട്ടെ. ഓക്കെ, വാ കേറി. ഇമ്മ പോയോ? ഹക്കീംക്കൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. ഹക്കീംക്ക് അപ്പൊ നാട്ടിലാണ്. ഇൻഷാ അല്ലാഹ് വരും.